ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊൻകണിയൊരുക്കി വീണ്ടും ഒരു വിഷുദിനം. ഉരുളിയിൽ ഉണ്ണിക്കണ്ണനും കണിക്കൊന്നയും കണിവെള്ളരിയും കോടിമുണ്ടും അലങ്കരിച്ച് വരും നാളുകളിലേക്കുള്ള സമൃദ്ധിയും നന്മയും കണി കാണാൻ ഒരുങ്ങുകയാണ് മലയാള നാട്. എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ വിഷുദിനാശംസകൾ. സമ്പൽ സമൃദ്ധിയുടെയും വിളവെടുപ്പിന്റെയും ഉത്സവമായ വിഷു വന്നെത്തി. പൊൻകണിക്കായി മലയാളികൾ ഒരുങ്ങി. ഡോക്ടർ BR അംബേദ്കറിന്റെ 123ാം ജന്മദിനം. ദളിതർ രാഷ്ട്രീയത്തിൽ വിറകുവെട്ടികളും വെള്ളംകോരികളുമായി മാറരുതെന്ന് കേരള ദളിത് ഫെഡറേഷൻ. കള്ളനോട്ടുകളുമായി കോഴിക്കോട്ട് ബംഗാളി പിടിയിൽ. പിടിച്ചെടുത്തത് 25,000 രൂപ. അന്തർ സംസ്ഥാന ബന്ധമെന്ന് സൂചന. വാർത്തകൾ വിശദമായി. നന്മയുടെയും ഐശ്വര്യത്തിന്റെയും പൊൻകണിയുമായി വിഷു വന്നെത്തി. മേടസംക്രമം കഴിഞ്ഞുവരുന്ന സൂര്യോദയമാണ് വിഷുപുലരി. വിഷുപുലരിയിൽ കണി ദർശനത്തിനും വിഷു കൈനീട്ടത്തിന്റെ ഐശ്വര്യത്തിനുമായി മലയാളികൾ ഒരുങ്ങി. ഐതിഹ്യങ്ങൾ പലതാണെങ്കിലും മലയാളക്കരയുടെ ഐശ്വര്യത്തിന്റെ ഉത്സവമാണ് വിഷു. കേരളത്തിൽ വിളവെടുപ്പിന്റെ കാലമാണ് വിഷുക്കാലം. വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ കേരളത്തിൽ തന്നെ വ്യത്യസ്തമാണ്. വിഷുക്കണിയാണ് പ്രധാനം. വിഷുക്കൈനീട്ടം, വിഷുസദ്യ, വിഷുക്കളി എന്നിവയെല്ലാം ഇതിൽപ്പെടും. കണി കാണുന്നത് ഐശ്വര്യമാണെന്നാണ് വിശ്വാസം. കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകളാണ് വിഷുക്കണിയൊരുക്കുക. തേച്ചുമിനുക്കിയ ഓട്ടുരുളിയിൽ അരിയും നെല്ലും ഉപയോഗിച്ച് പാതി നിറച്ച് അതിൽ അലക്കിയ മുണ്ടും പൊന്നും വാൽക്കണ്ണാടിയും കണിവെള്ളരിയും കണിക്കൊന്നയും പഴുക്കടക്കയും വെറ്റിലയും കൺമഷി, ചാന്ത്, നാരങ്ങ എന്നിവയും കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കിനു പുറമെ പൊതിച്ച നാളികേരവും ശ്രീകൃഷ്ണ വിഗ്രഹവും ചേർത്താണ് കണിയൊരുക്കുക. ചിലയിടങ്ങളിൽ കുറിക്കൂട്ടും ഗ്രന്ഥവും ചക്കാമാങ്ങ തുടങ്ങിയ ഫലവർഗ്ഗങ്ങളും കണിക്കായി വയ്ക്കും. കത്തിച്ച ചന്ദ്രത്തിരിയും പുതിയ കസവുമുണ്ടും വെള്ളം നിറച്ച ഓട്ടുകിണ്ടിയും നിർബന്ധം. പ്രായമായ സ്ത്രീകൾ രാത്രി കണിയൊരുക്കി ഉറങ്ങാൻ കിടക്കും. പുലർച്ചെ എഴുന്നേറ്റ് കണി കണ്ട് മറ്റുള്ളവരെ കണി കാണിക്കും. ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി പുറകെ നിന്നും കണ്ണുപൊത്തി കൊണ്ടുപോയി കണി കാണിക്കും. കുടുംബാംഗങ്ങൾ എല്ലാവരും കണി കണ്ട ശേഷം വീടിന്റെ കിഴക്ക് വശത്ത് കണി കൊണ്ടുചെന്ന് പ്രകൃതിയെയും കാണിക്കും. തുടർന്ന് ഫലവൃക്ഷങ്ങളെയും വീട്ടുമൃഗങ്ങളെയും. കണി കണ്ട ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് വിഷു കൈനീട്ടം. ആദ്യകാലത്ത് സ്വർണം, വെള്ളി നാണയങ്ങളാണ് നൽകിയിരുന്നത്. വർഷം മുഴുവനും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചാണ് കൈനീട്ടം നൽകുന്നതും അവ സ്വീകരിക്കുന്നതും. മേടപ്പിറവിയിലാണ് വിഷു ആഘോഷിക്കുന്നതെങ്കിലും ഇത്തവണ മേടം 1-നല്ല 2-നാണ്. സൂര്യോദയത്തിന് ശേഷം മേടസംക്രമം വരുന്ന വർഷങ്ങളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. 3 വർഷം മുൻപും ഇതുപോലെ വിഷു മേടം 2-നായിരുന്നു. മേടസംക്രമം കഴിഞ്ഞു വരുന്ന സൂര്യോദയത്തിനാണ് വിഷുക്കണിയൊരുക്കുന്നത്. തുടർന്ന് വരുന്ന പകലാണ് വിഷുദിനമായി ആഘോഷിക്കുന്നതും. മേടമാസം 1-ാം തീയതി സൂര്യോദയത്തിന് ശേഷമാണ് മേടസംക്രമം വരുന്നതെങ്കിൽ വിഷു മേടം 2-നാകും. എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ. നാടും നഗരവും വിഷുത്തിരക്കിൽ അമർന്നതോടെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വിലയും വർദ്ധിച്ചു. പയറുവർഗ്ഗങ്ങൾ, മുരിങ്ങ, കയ്പ, വെണ്ടയ്ക്ക തുടങ്ങിയവയ്ക്കാണ് വില കുത്തനെ കൂടിയത്. പച്ചക്കറി ഇനങ്ങൾക്ക് സീസണിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇപ്പോൾ ഉള്ളത്. വിഷുനാളുകളെ വരവേൽക്കുവാൻ ഒരുങ്ങുന്ന സാധാരണക്കാരന്റെ കൈ പൊള്ളും വിധം പച്ചക്കറിയുടെയും വിലക്കയറ്റം. പച്ചക്കറി ഇനങ്ങൾക്ക് സീസണിലെ ഏറ്റവും ഉയർന്ന വിലയാണിത്. വിഷുസദ്യകളിൽ മുഖ്യ ഇനമായ കെട്ടുപയറിനും കൈപ്പയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ വില കൂടിയത്. 30 രൂപ വരെ ഉണ്ടായിരുന്ന പയറിനാണ് മൊത്തവിപണിയിൽ വില കുതിച്ചുയർന്നത്. പയറിന് കിലോയ്ക്ക് 70 രൂപയും കൈപ്പയ്ക്ക് 36 രൂപയുമായിരുന്നു അവധി ദിവസമായ ഞായറാഴ്ചയും പ്രവർത്തിച്ച പാളയം പച്ചക്കറി മാർക്കറ്റിലെ ഹോൾസെയിൽ വില. എന്നാൽ ചില്ലറക്കടകളിൽ തോന്നിയ വിലയ്ക്കാണ് വിൽപ്പന നടത്തുന്നത്. കുറ്റിക്കാട്ടൂർ, മാവൂർ ഭാഗങ്ങളിലെ കർഷകരിൽ നിന്നും
കിലോ 20 രൂപയ്ക്ക് ലഭിക്കുന്ന കണിവെള്ളരി ഒന്നിന് 40 രൂപ വിലയിട്ടാണ് ചില്ലറ മാർക്കറ്റിൽ വിൽപ്പന നടത്തുന്നത്. മുരിങ്ങയ്ക്കാണ് ഇന്നലെ ഏറ്റവും ഉയർന്ന വില. കിലോയ്ക്ക് 35 പുറത്തായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മൊത്തവില. ഉള്ളിക്ക് 12 രൂപ 50 പൈസയായും ഉരുളക്കിഴങ്ങിന് 20 രൂപയായും വില ഉയർന്നു. വെണ്ടയാണ് ഇത്തവണ വിലയേറിയ മറ്റൊരിനം. കിലോയ്ക്ക് 40 രൂപയാണ് കഴിഞ്ഞ ദിവസത്തെ ഹോൾസെയിൽ വില. ബീട്രൂട്ടിന് 20, സാധാരണ വെള്ളരി 10 എന്നിങ്ങനെയാണ് മൊത്തവില. വിഷുവിന്റെ മുഖ്യ ഇനമായ വറുത്തകായയ്ക്കും ശർക്കര ഉപ്പേരിക്കും കിലോയ്ക്ക് 260 രൂപയാണ് വില. 1 കിലോ നേന്ത്രക്കായയ്ക്ക് മൊത്തവിപണിയിൽ 28 രൂപയാണ്. വെളിച്ചെണ്ണയുടെയും നേന്ത്രക്കായയുടെയും വിലക്കയറ്റമാണ് വറുത്തകായയ്ക്ക് വില ഉയരുവാൻ കാരണമായത്. കനത്ത വേനലിൽ പഴവർഗ്ഗങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. മധുരനാരങ്ങയ്ക്ക് 100 രൂപയും ഉറുമാമ്പഴത്തിന് 150 രൂപയുമാണ് വില. വിവിധയിനം മാങ്ങകൾ 60 രൂപ മുതൽ 100 രൂപ വരെ വിലയിട്ടാണ് വിഷു വിപണികളിൽ വിൽക്കുന്നത്. സർക്കാർ സംവിധാനങ്ങൾ കാര്യമായി വിപണിയിൽ ഇടപെടാത്തതും വിഷു മുന്നിൽ കണ്ട് തമിഴ്നാടടക്കം അന്യസംസ്ഥാന കച്ചവടക്കാർ വില കൂട്ടിയതും തീവിലയ്ക്ക് കാരണമാകുന്നു. വിഷുവിന്റെ തലേദിവസം നഗരം തിരക്കിൽ വീർപ്പുമുട്ടി. പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലെല്ലാം വൻ തിരക്കായിരുന്നു. മിഠായിത്തെരുവ്, പാളയം, പാവമണി റോഡ് തുടങ്ങിയിടങ്ങളിൽ തെരുവ് കച്ചവടവും സജീവമായിരുന്നു. അന്യസംസ്ഥാന കച്ചവടക്കാരും തെരുവ് കച്ചവടത്തിൽ സജീവമായി പങ്കെടുത്തു. വിഷു ആഘോഷവും അവധി ദിവസവും ഒത്തുചേർന്നപ്പോൾ നഗരത്തിലെ പ്രധാന വിപണന കേന്ദ്രങ്ങളെല്ലാം തിരക്കിൽ വീർപ്പുമുട്ടി. മിഠായിത്തെരുവിലും MM അലി റോഡിലും പതിവ് ഞായറാഴ്ച വിപണിയോടൊപ്പം വിഷത്തിരക്കുമായപ്പോൾ ഇരുചക്രവാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും കടന്നുപോകാനാവാത്ത വിധം ആളുകൾ തിക്കിത്തിരക്കി. മിഠായിത്തെരുവ് കഴിഞ്ഞാൽ മാനാഞ്ചിറയ്ക്ക് ചുറ്റുമുള്ള റോഡുകളിലായിരുന്നു പ്രധാനമായും കച്ചവട തിരക്ക്. പതിവ് പോലെ റെഡിമെയ്ഡ് തുണി വ്യാപാരമായിരുന്നു ഫുട്പാത്തുകൾ കൈയടക്കിയിരുന്നത്. വിലക്കുറവാണ് ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുവാൻ കാരണം. LICക്ക് മുൻപിലെ ഫുട്പാത്തിലും കച്ചവടക്കാർ നിരന്നതോടെ ഇവിടെ ബസ് കാത്തു നിൽക്കുന്നവരും ഞെങ്ങിഞ്ഞിരുങ്ങി. PM താജ് റോഡിലും പാവമണി റോഡിലും തെരുവോര കച്ചവടത്തിന്റെ പൊടിപൂരമായിരുന്നു. പാവമണി റോഡിലെ ഖാദി കൈത്തറി മേളകളിലും വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലെ സപ്ലൈകോ വിഷു ഈസ്റ്റർ ചന്തയിലും ജനത്തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. പാളയം ചെമ്പോട്ടിത്തെരുവിൽ വെച്ച് ബംഗാൾ സ്വദേശിയായ യുവാവിൽ നിന്നും 25,000 രൂപയുടെ കള്ളനോട്ട് പിടികൂടി. തിങ്കളാഴ്ച രാവിലെയാണ് ഹാസിഖുൽ ഷെയ്ഖ് എന്ന 25-കാരന്റെ കയ്യിൽ നിന്നും ടൗൺ SI ഉണ്ണികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കള്ളനോട്ടുകൾ പിടികൂടിയത്. യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. വിഷുവിന്റെ തലേ ദിവസമായ തിങ്കളാഴ്ച കോഴിക്കോടിന്റെ വ്യാപാര സ്ഥിര കേന്ദ്രമായ മിഠായിത്തെരുവിന് സമീപത്തുള്ള ചെമ്പോട്ടിത്തെരുവിൽ വെച്ചാണ് കള്ളനോട്ടുമായി യുവാവ് പോലീസിന്റെ പിടിയിലായത്. ബംഗാൾ സ്വദേശിയായ 25-കാരൻ ഹാബിഖുൽ ഷെയ്ഖിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സാധനങ്ങൾ വാങ്ങി പണം കൊടുത്തപ്പോൾ 500 രൂപയുടെ കറൻസി കണ്ട് സംശയം തോന്നിയ കടയുടമ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ പക്കൽ നിന്നും 25,000 രൂപയുടെ കള്ളനോട്ടുകൾ പിടികൂടി. ടൗൺ SI ഉണ്ണികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തിയാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ള വ്യാജ കറൻസികളാണ് ഇയാളിൽ നിന്നും പിടികൂടിയത്. 500 രൂപ കൊടുത്ത ശേഷം 100 രൂപയ്ക്ക് സാധനം വാങ്ങി ബാക്കി 400 രൂപ കൈക്കലാക്കുകയാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. അപ്പോൾ കള്ളനോട്ട് സാധാരണക്കാരന് കച്ചവടക്കാർക്ക് ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പം ഇത് ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കണ്ടമാനം സാധനം വന്നതായിട്ടാണ് ഇപ്പോൾ അറിയുന്നത്. ഇപ്പം 5 or 6 ആൾ ഇവിടെ കോഴിക്കോട് തന്നെ വന്നതായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ കള്ളനോട്ട് ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ചെമ്പോട്ടി ലൈൻ എന്ന് പറയുന്ന 2ാം ഗേറ്റിൻ ഇവിടെ പാളയം ജംഗ്ഷനിൽ ചെമ്പോട്ടി ലൈന് അവിടെ ഇന്ത്യൻ മെറ്റൽസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ ഇത് പൈസ മാറാൻ വന്നതായിരുന്നു. സാധനം വാങ്ങി അവർ 100 രൂപയുടെ സാധനം വാങ്ങി ബാക്കിയുള്ള 400 രൂപ വാങ്ങാനുള്ള ഇത് ചേഞ്ച് ആയും ചെയ്തു. അവർക്ക് സാധനവും കിട്ടും. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഈ പൈസ എടുത്തിട്ട് 500 രൂപേൻ്റെ സാധനം അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഒരു വലിയ സംഘം ഇയാൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഉത്സവവേളകളിൽ തിരക്കേറുന്ന സീസണുകളിലാണ് ഈ സംഘങ്ങളുടെ പ്രവർത്തനം. ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന സംഘത്തിലുള്ളവരെ പോലീസിന് പിടികൂടാനായിട്ടില്ല. ഇതിനു മുൻപും സമാനമായ കേസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബംഗാൾ സ്വദേശികളായ യുവാക്കൾ പോലീസിന്റെ പിടിയിലുമായിട്ടുണ്ട്. കള്ളനോട്ടിന്റെ വ്യാപാരത്തിനു പിന്നിൽ അന്തർസംസ്ഥാന ബന്ധം ഉണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. വേണ്ടിവന്നാൽ NIA-യുമായി ഈ കേസിനെ ബന്ധിപ്പിക്കുവാനും പോലീസിന് ഉദ്ദേശമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളിലും സാമുദായിക സംഘടനകളുമായി വിഘടിച്ചു നിന്ന് പരസ്പരം പോരാട്ടം നടത്തുന്ന ദളിതർ, വിദ്യാഭ്യാസമുള്ള യുവതലമുറയെ സാമൂഹ്യ പുരോഗതിക്കായുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ കണ്ടെത്തണമെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TP ഭാസ്കരൻ. ഡോക്ടർ BR അംബേദ്കറുടെ 123ാം ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഡോക്ടർ ബി.ആർ. അംബേദ്കർ സ്വപ്നം കണ്ട ദലിത് വിമോചനം കരഗതമാക്കാൻ ദലിതർ രാഷ്ട്രീയത്തിൽ വിറകുവെട്ടികളും വെള്ളംകോരികളുമായി മാറാതെ രാഷ്ട്രീയ അവബോധമുള്ളവരും അധികാര രാഷ്ട്രീയത്തിൽ പങ്കാളിത്തമുള്ളവരുമായി മാറണമെന്ന് കേരള ദലിത് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ടി.പി. ഭാസ്കരൻ അഭിപ്രായപ്പെട്ടു. ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 123ാം ജന്മദിന ആഘോഷം മുഫ്യൂസൽ ബസ് സ്റ്റാൻഡിന് സമീപം അംബേദ്കർ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് പി.ടി. ജനാർദ്ദനൻ അധ്യക്ഷം വഹിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നഗരത്തിലെ പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വിതരണം ചെയ്തു. രാഷ്ട്രീയ പാർട്ടികളിലും സമുദായ സംഘടനകളിലുമായി വിഘടിച്ചു നിന്ന് പരസ്പരം പോരാട്ടം നടത്തുന്ന ദലിതർ വിദ്യാഭ്യാസമുള്ള യുവതലമുറയെ സാമൂഹ്യ പുരോഗതിക്കായുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ കണ്ടെത്തണമെന്നും ഭാസ്കരൻ അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയമായി പട്ടിക വിഭാഗക്കാർ അല്ലെങ്കിൽ പട്ടികജാതി നേതാക്കന്മാർ രാഷ്ട്രീയ പാർട്ടികളുടെ വിറകുവെട്ടികളോ വെള്ളം കോരികളോ ആവാതെ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരാനുള്ള അവസരം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് സമുദായങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരവസരത്തിലേക്ക് ഉയർന്നു. DCC ജനറൽ സെക്രട്ടറി കെ.വി. സുബ്രഹ്മണ്യൻ, ദലിത് യുവജന ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേവദാസ് കുതിരാടം, എ. ഹരിദാസൻ, ജോൺസൺ നെല്ലിക്കുന്ന, എ.ടി. ദാസൻ, വേലായുധൻ വേട്ടാത്ത്, പി. കമല, ഇ.പി. കാർത്തിയായനി, സുനിൽ പൂത്തൂങ്കര, സി.കെ. രാമൻകുട്ടി, ചന്ദ്രൻ കയ്യിൽ, കെ. ചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. വാർത്തകളിൽ ഇടവേള. Galaxy made of ABS material. ഒഴുകും സംസ്കൃതിതൻ നദികളിതിലെ സുജലാം സുഫല ഇവയിഴകൾ കലരുമൊരു മന്ദ. Celebrate the most beautiful moments in your life with Malabar Gold and Diamonds. ആകാശത്ത് വർണ്ണവിസ്മയങ്ങൾ ഒരുക്കാൻ ഈ വിഷുക്കാലം ചേതോഹരവും അവിസ്മരണീയവുമാക്കാൻ അയ്യൻസ് വേൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ശിവകാശിയിലെ 4 പ്രമുഖ പടക്ക നിർമ്മാണ കമ്പനികളുടെയും യഥാർത്ഥ ഉൽപ്പന്നങ്ങൾ അയ്യൻസ് വേൾഡിൽ മാത്രം. അനുകരണങ്ങളിൽ വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അയ്യൻസ് വേൾഡ് കോയ റോഡ് ജംഗ്ഷനിൽ മാത്രം. ശിവകാശി പടക്കങ്ങളുടെ അതുല്യ ശേഖരത്തിനൊപ്പം ചൈനീസ് പടക്കങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷൻസും അയ്യൻസ് വേൾഡ് ഈ വിഷുക്കാലത്തിന്റെ ആഘോഷപ്പൊലിമയ്ക്കായി കാഴ്ചവെക്കുന്നു. ഓർക്കുക, അയ്യൻസ് വേൾഡ് കോഴിക്കോട് കോയ റോഡ് ജംഗ്ഷനിൽ മാത്രം. അയ്യൻസ് വേൾഡ്, കോയ റോഡ് ജംഗ്ഷൻ, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. മലബാറിലെ ആദ്യത്തെ വിമാനത്താവളത്തിന് 27 വയസ്സ്. 1988 ഒരു വിഷുനാളിലായിരുന്നു മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ ജനകീയ സഹകരണത്തോടെ വിമാനത്താവളം യാഥാർത്ഥ്യമായത്. നിലവിൽ അന്തർദേശീയ നിലവാരത്തിലുള്ള വിമാനത്താവളം കൂടുതൽ വികസനത്തിലേക്ക് നീങ്ങുകയാണ്. വികസന കുതിപ്പും കിതപ്പുമായി കോഴിക്കോട് രാജ്യാന്തര വിമാനത്താവളം 27ാം വയസ്സിലേക്ക്. 1988 വിഷുദിനത്തിലായിരുന്നു വിമാനത്താവളത്തിന്റെ പിറവി. നാട്ടുകാർ സ്വന്തം ഭൂമി വിട്ടുകൊടുക്കുകയും യാത്രക്കാർ സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തതോടെ ജനകീയ വിമാനത്താവളമായി വളർന്നത് പെട്ടെന്നായിരുന്നു. പകൽ സമയം മാത്രം വിമാനമെത്തിയിരുന്ന ആഭ്യന്തര വിമാനത്താവളത്തിൽ നിന്ന് കരിപ്പൂർ വികസിച്ചു. രാത്രികാല സർവീസുകളും രാജ്യത്തെ ഏറ്റവും വലിയ വിമാനമായ ജംബോ ജെറ്റ് 747 വിമാനവും കരിപ്പൂരിന് ലഭിച്ചതോടെ രാജ്യാന്തര വിമാനത്താവളം എന്ന സ്വപ്നത്തിലേക്കെടുത്തു. ഹജ്ജ് എംബാർക്കേഷന്റെ പോയിന്റായി കരിപ്പൂരിനെ 2002 പ്രഖ്യാപിച്ചതോടെ 337 ഏക്കറിൽ 2006 ഫെബ്രുവരിയിൽ രാജ്യാന്തര വിമാനത്താവളം യാഥാർത്ഥ്യമായി. ജനപങ്കാളിത്തത്തോടെ കുതിച്ചുയർന്ന ചരിത്രമാണ് കരിപ്പൂർ വിമാനത്താവളത്തിനുള്ളത്. ക്രിട്ടിക്കൽ വിമാനത്താവളം, ടേബിൾ ടോപ്പ് റൺവേ എന്നിങ്ങനെയുള്ള സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുമ്പോഴും സുരക്ഷിതമായി ഇവിടെ വിമാനം ഇറങ്ങുന്നു. യാത്രക്കാരുടെ പോക്കുവരവുകളുടെ എണ്ണം വർദ്ധിച്ചു. കയറ്റുമതിയിലും ഇറക്കുമതിയിലും നേട്ടമുണ്ടായി. വിദേശ വിമാന കമ്പനികളും ഇവിടേക്ക് ആകർഷിക്കപ്പെട്ടു. എയർ ഇന്ത്യ എക്സ്പ്രസ് കമ്പനികൾക്ക് പുറമെ സൗദി, ഇത്തിഹാദ്, എമിറേറ്റ്സ്, ഒമാൻ, ഖത്തർ തുടങ്ങിയ വിദേശ വിമാന കമ്പനികളും എത്തി. എയർ ഇന്ത്യ, സ്പൈസ് ജെറ്റ്, ജെറ്റ് ലൈറ്റ് വിമാന കമ്പനികൾ ആഭ്യന്തര സർവീസ് നടത്തുന്നു. എങ്കിലും കൂടുതൽ വികസനം തേടി വിമാനത്താവളം 27ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
റൺവേയുടെ നീളം കൂട്ടുക, രാജ്യാന്തര ടെർമിനൽ വികസിപ്പിക്കുക, വിമാനത്താവളത്തിലേക്കുള്ള ഭൂപ്രതല ഗതാഗത സൗകര്യം കൂട്ടുക എന്നിവ വേണ്ടതാണ്. നിലവിലുള്ള സ്ഥലം പ്രയോജനപ്പെടുത്തി ശാസ്ത്രീയ വീക്ഷണത്തോടെ വികസനം യാഥാർത്ഥ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇക്കാര്യം പരിശോധിക്കാൻ അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ഉപദേശക സമിതിയുടെ കീഴിൽ ഉപസമിതി രൂപവൽക്കരിച്ചിരുന്നു. അവധി കഴിഞ്ഞ് കുവൈത്തിലേക്ക് മടങ്ങിയ യുവാവിന്റെ ലഗേജിൽ യുവാവ് അറിയാതെ ലഹരിമരുന്ന് കടത്താനുള്ള ശ്രമം നടത്തിയവരെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. 1.28 കിലോഗ്രാം ലഹരിമരുന്നാണ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് മലപ്പുറം കാളികാവ് സ്വദേശിയെ നാട്ടുകാർ പോലീസിലേൽപ്പിച്ചു. കുവൈത്തിലേക്ക് കൊണ്ടുപോകാനായി ഏൽപ്പിച്ച പാർസലിൽ നിന്ന് 1 കോടി രൂപയിലധികം വില വരുന്ന 1.28 കിലോഗ്രാമിന്റെ ബ്രൗൺ ഷുഗർ പിടികൂടി. നടുവണ്ണൂർ സ്വദേശിക്ക് പാർസലിന്റെ രൂപത്തിൽ നൽകിയ പാക്കറ്റിൽ നിന്നാണ് നാട്ടുകാരുടെ തന്ത്രപൂർവ്വപരമായ ഇടപെടലിലൂടെ 6 പാക്കറ്റ് ബ്രൗൺ ഷുഗർ പിടികൂടിയത്. 1 കോടി 40 ലക്ഷം രൂപ വില വരും. പാർസൽ തിരികെ വാങ്ങാനെത്തിയ നിലമ്പൂർ കാളികാവ് സ്വദേശി റാഷിഖിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ശനിയാഴ്ച കുവൈത്തിലേക്ക് പോവുകയായിരുന്ന നടുവണ്ണൂർ മന്തങ്കാവ് സ്വദേശിക്ക് വടകര സ്വദേശി എന്ന് പരിചയപ്പെടുത്തിയ ആളാണ് ബ്രൗൺ ഷുഗർ പാർസലായി നൽകിയത്. ഇയാളുടെ കുവൈത്തിലുള്ള സുഹൃത്തിന് നൽകണമെന്നാണ് പറഞ്ഞത്. എന്നാൽ അധികഭാരത്തെ തുടർന്ന് ഇവ അവസാന നിമിഷം ഒഴിവാക്കുകയായിരുന്നു. 2 ജീൻസ് പാന്റിൽ പ്രത്യേകം തുന്നിപ്പിടിപ്പിച്ച 6 രഹസ്യ അറകളിലായിരുന്നു ഒളിപ്പിച്ചത്. വിമാനത്താവളത്തിലെ പരിശോധനയിൽ പതിയാതിരിക്കാൻ പ്രത്യേക പേപ്പറിൽ പൊതിയുകയും ചെയ്തു. ശനിയാഴ്ച രാവിലെയാണ് പാർസൽ നടുവണ്ണൂരിലെ കടയിൽ വടകര സ്വദേശി എന്ന് പറയുന്നയാൾ എത്തിച്ചത്. നൽകാൻ ഏൽപ്പിച്ച പാർസലിന്റെ കൂടെയുണ്ടായിരുന്ന ബയോഡാറ്റ മാത്രമാണ് കൊണ്ടുപോയത്. കുവൈത്ത് വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടൻ പാർസലിന്റെ ഉടമസ്ഥൻ ഫോണിൽ ബന്ധപ്പെടുകയും പാർസൽ കൊണ്ടുവരാത്തതിന് പരുഷമായി സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് നടുവണ്ണ സ്വദേശി ഇയാൾക്ക് നാട്ടിലെ നമ്പർ നൽകുകയും ചെയ്തു. സംശയം തോന്നിയതിനെ തുടർന്ന് നാട്ടുകാർ പാക്കറ്റ് പരിശോധിച്ചപ്പോഴാണ് മയക്കുമരുന്ന് കണ്ടത്. പാർസൽ തിരികെ വാങ്ങാൻ ഞായറാഴ്ച വൈകിട്ട് ബൈക്കിലെത്തിയ 2 അംഗ സംഘത്തെ നാട്ടുകാർ തന്ത്രപൂർവ്വം പിടികൂടുകയായിരുന്നു. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. പോലീസും എക്സൈസും സ്ഥലത്തെത്തിയെങ്കിലും കേസെടുക്കുന്നതിനെ ചൊല്ലി അവ്യക്തതയുണ്ടായി. തുടർന്ന് പുരുഷൻ കടലുണ്ടി MLA ആഭ്യന്തരമന്ത്രിയെ ബന്ധപ്പെടുകയും കേസെടുക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം PK മുകുന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം N ആലി, നടുവണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CM ശ്രീധരൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC റഷീദ് എന്നിവരും സ്ഥലത്തെത്തി. മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് ഇതിന് പിന്നിലെന്ന് സൂചനയുണ്ട്. പ്രതിയെ രാത്രി 11ഓടെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ RN ബൈജുവിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. ആരോഗ്യം ശരിക്കും പരീക്ഷിക്കാനുള്ള വേദിയായി ആരോഗ്യ ഇൻഷുറൻസ് ക്യാമ്പ്. കടലുണ്ടി ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പിലാണ് വൃദ്ധരും കുട്ടികളും ഗർഭിണികളുമടക്കം പൊരിവെയിലത്ത് കുടിക്കാൻ വെള്ളമോ ഇരിക്കാൻ സ്ഥലമോ ഇല്ലാതെ ബുദ്ധിമുട്ടിയത്. ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കാനും പുതുക്കാനും എത്തിയവരുടെ ആരോഗ്യം ശരിക്കും പരീക്ഷിക്കാനുള്ള വേദിയായി ആരോഗ്യ ഇൻഷുറൻസ് ക്യാമ്പ്. കടലുണ്ടി ഗവൺമെന്റ് LP സ്കൂൾ ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് ആവശ്യാർത്ഥം സൗകര്യപ്പെടുത്തിയത് പട്ടപ്പറമ്പിലെ ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ തീരുമാനിച്ച പരിപാടിക്കായി രാവിലെ 8 മുതൽ തന്നെ ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു. 11 മണിയോടെയാണ് കമ്പ്യൂട്ടറുകളും മറ്റും ശരിയായി പ്രവർത്തനം തുടങ്ങിയത്. കൈക്കുഞ്ഞുങ്ങളും ഗർഭിണികളും വൃദ്ധരും കുട്ടികളുമടക്കം 100 കണക്കിന് ആളുകൾ എത്തിയതോടെ ചെറിയ സ്ഥാപനമായ സ്കൂൾ വരാന്തയിൽ ഉൾക്കൊള്ളാനാകാതെ പലരും പൊരിവെയിലത്ത് മണിക്കൂറുകൾ നിൽക്കേണ്ടി വന്നു. സ്ഥല സൗകര്യം ഒരുക്കുക മാത്രമാണ് തങ്ങൾ ചെയ്യേണ്ടതെന്നും ബാക്കിയെല്ലാം ബന്ധപ്പെട്ട വകുപ്പുകൾ ചെയ്യേണ്ടതാണെന്നും പറഞ്ഞ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ കൈമലർത്തി. ടോക്കൺ സംവിധാനമോ വ്യവസ്ഥാപിതമായ വരി നിൽക്കാനുള്ള സൗകര്യമോ ഇല്ലാതെ ഉന്തും തള്ളും സഹിച്ച് മിക്കവരും 5 മണിക്കൂറിലേറെ ദുരിതം സഹിക്കേണ്ടി വന്നു. 2ാം വാർഡംഗം KC അഷ്റഫ്, 17ാം വാർഡംഗം ഷിബു കുന്നത്ത് എന്നിവർ മാത്രമാണ് ആളുകളെ ആശ്വസിപ്പിക്കാനുണ്ടായിരുന്നത്. മതിയായ സൗകര്യമൊരുക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ ജീവനക്കാരോടും വാർഡംഗങ്ങളോടും കയർത്തെങ്കിലും എല്ലാവരും നിസ്സഹായരായിരുന്നു. പൊരിവെയിലിൽ കുടിവെള്ളം പോലും ഏർപ്പെടുത്തിയിരുന്നില്ല. രാത്രി 9 മണിക്കിടെ 700ഓളം കാർഡുകൾ നൽകി. ഓശാന പെരുന്നാളിനോടനുബന്ധിച്ച് ജില്ലയിലെ ക്രിസ്തീയ ദേവാലയങ്ങളിൽ പ്രത്യേക പരിപാടികൾ നടന്നു. വെഞ്ചരിച്ച കുരുത്തോലകളുമായി വിശ്വാസികൾ കുരുത്തോല പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ അടക്കമുള്ള വൈദികർ ദിവ്യബലികൾക്ക് നേതൃത്വം നൽകി. വലിയ നോമ്പിലെ പീഡാനുഭവ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. കഴുതപ്പുറത്തേറി യേശുക്രിസ്തു ജെറുസലേമിലേക്ക് കടന്നു വന്നപ്പോൾ പുരുഷാരം ഒലിവിൻ ചില്ലകൾ കൈയിലേന്തി ആർപ്പ് വിളികളോടെയാണ് സ്വീകരിച്ചത്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇത് പുനരാവിഷ്കരിച്ചു. ദേവാലയങ്ങളിൽ കുരുത്തോല വിതരണവും നടന്നു. കുരുത്തോലകളുമായി വിശ്വാസികളുടെ പ്രദക്ഷിണവും നടന്നു. ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ കാർമ്മികത്വത്തിൽ ദേവമാതാ കത്തീഡ്രൽ ദേവാലയത്തിൽ കുരുത്തോല വെഞ്ചിരിപ്പും തിരുക്കർമ്മങ്ങളും നടന്നു. ചേവായൂർ നിത്യസഹായ മാതാ ദേവാലയത്തിൽ ബിഷപ്പ് റെമിജീസ് ഇഞ്ചനാനിയിൽ വെഞ്ചിരിച്ച കുരുത്തോല വിതരണം ചെയ്തു.
12 ശിഷ്യന്മാരുമൊത്ത് നടത്തിയ അത്താഴ വിരുന്നിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ അനുസ്മരിച്ച് അടുത്ത വ്യാഴാഴ്ച ദേവാലയങ്ങളിൽ പെസഹ വ്യാഴം ആചരിക്കും. യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയതിന്റെ ഓർമ്മ പുതുക്കി പിറ്റേന്ന് ദുഃഖവെള്ളി ആചരണവും 3-ാം നാൾ പുനരുദ്ധാനം ചെയ്തതിനെ അനുസ്മരിച്ച് ഞായറാഴ്ച ഉയർപ്പ് ഞായർ ആചരണവും നടക്കും. ദുഃഖവെള്ളിയാഴ്ചയോടനുബന്ധിച്ച് എല്ലാ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചും കുരിശിന്റെ വഴിയുമുണ്ടാകും. ബേപ്പൂർ സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ വിശുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി നടന്ന ദിവ്യബലിക്ക് ഇടവക വികാരി ഫാദർ പോൾ പേഴ്സി ഡിസൽവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഓശാന തിരുനാളിന്റെ ഭാഗമായി BC റോഡിൽ കുരുത്തോല ആശീർവദിച്ചു ദേവാലയത്തിലേക്ക് പ്രദക്ഷിണം നടന്നു. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പാരിഷ് കൌൺസിൽ സെക്രട്ടറി വില്യം ജോൺ നേതൃത്വം നൽകി. ചെറുപുണർ തിരുഹൃദയ ദേവാലയത്തിൽ വിശുദ്ധ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായി. ഓശാന ഞായർ ആഘോഷത്തിന്റെ ഭാഗമായി BC റോഡിലെ വെനേർണി കോൺവെന്റിൽ കുരുത്തോല വെഞ്ചിരിപ്പും ദേവാലയത്തിലേക്ക് പ്രദക്ഷിണവും നടന്നു. കുരുത്തോലയെത്തിയ നഗരപ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ദിവ്യബലിക്ക് ഇടവക വികാരി ഫാദർ ജോൺസൺ അവേരവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബ്രദർ അനിൽ ജോസ് തെയ്യം തിരുത്തി, മൈക്കിൾ മണലി, ബൈജു തോപ്പിൽ, ഷിജോയ് മണലി, സനീഷ് ജോൺ എന്നിവർ നേതൃത്വം നൽകി. തിങ്കളാഴ്ച വൈകിട്ട് ഫാദർ സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ കുടുംബ നവീകരണ ധ്യാനവും നടന്നു. ബിലാത്തിക്കുളം സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വികാരി ഫാദർ ബോബി പീറ്റർ കുർബാനയ്ക്കും ഓശാന ശുശ്രൂഷയ്ക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സെന്റ് ജോസഫ് സിറ്റി ദേവാലയത്തിൽ ഫാദർ അലേഷ്യസ് കുളങ്ങര, കലൈ സെന്റ് പാട്രിക് ചർച്ചിൽ ഫാദർ ടോം അറക്കൽ, വെസ്റ്റ് ഹിൽ സെന്റ് മൈക്കിൾസ് പള്ളിയിൽ ഫാദർ MJ മാസ്ലിൻ, മലാപ്പറമ്പ് ക്രൈസ്റ്റ് കിങ് ഫാദർ SJ ആൻഡോ, ചാത്തമംഗലം മോർണിംഗ് സ്റ്റാർ ചർച്ചിൽ ഫാദർ ജസ്റ്റിൻ ഒള്ളാട്ടുപുറം, എരഞ്ഞിപ്പാലം പോൾനഗർ ദേവാലയത്തിൽ ഫാദർ VC എന്നിവരും ദിവ്യബലിക്ക് നേതൃത്വം നൽകി. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. Galaxy made of ABS material. റെഡി ആയില്ലേ? ഞാൻ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരി ഇല്ല, പക്ഷെ ഒരു ചുമന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി. അതിലൊരു ബൈക്കാ. അപ്പൊ അടുത്ത പാക്കറ്റിലോ? TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. ഒരു കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിഴിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടൂ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈക്ക്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവ കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 പവൻ. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. ആഹ്ലാദത്തിന്റെ വർണ്ണങ്ങളാൽ തീർത്ത പട്ടങ്ങൾ വാനിൽ പാറിപ്പറന്നപ്പോൾ കോഴിക്കോട് കടപ്പുറത്തെത്തിയവരുടെയും മനസ്സിൽ വിസ്മയത്തിന്റെ തിരകളടിച്ചു. കൈറ്റ് ഫ്ലയേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും റോട്ടറി ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കടപ്പുറത്ത് സംഘടിപ്പിച്ച പട്ടം പറത്തൽ പരിശീലനവും പ്രദർശനവുമാണ് കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ചത്. അലയടിച്ചുയരുന്ന തിരമാലകൾക്കൊപ്പം നൂലിൽ കോർത്ത വിവിധ വർണ്ണങ്ങൾ അകലങ്ങളിലേക്ക് പറന്നുയർന്നു. കയ്യിൽ പിടിച്ച നൂലിന്റെ മറുതല ആകാശം തുറന്നത് കണ്ട കാഴ്ചക്കാർക്കും വിസ്മയം. പട്ടം പറത്തലിനെ കൂടുതൽ ജനകീയമാക്കുന്നതിനാണ് കോഴിക്കോട് ബീച്ചിൽ പട്ടം പറത്തൽ പരിശീലനവും പ്രദർശനവും ആരംഭിച്ചത്. പാഴ്കടലാസും ഈർക്കിലും നൂലും ചേർത്ത് കെട്ടിയൊഴുകി നടക്കുന്ന നാടൻ പട്ടങ്ങൾക്ക് പകരം പറത്തലിന്റെ ശാസ്ത്രീയ വശങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും പട്ടം പറത്താൻ ജനങ്ങളെ പഠിപ്പിക്കുകയുമാണ് പരിശീലന പരിപാടിയുടെ ലക്ഷ്യം. കൈറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഫൗണ്ടർ അബ്ദുള്ള മാളിയേക്കലാണ് പരിശീലകൻ. വെക്കേഷൻ കാലത്തൊക്കെ സ്കൂൾ കുട്ടികളെ പട്ടം പറത്താൻ പഠിപ്പിക്കാറുണ്ട്. സ്കൂൾ തലത്തിൽ പരിശീലന പരിപാടി തുടങ്ങുവാനും പദ്ധതിയുണ്ട്. 32 കിലോ ഭാരം വരുന്ന കഥകളിയുടെ പട്ടമാണ് ശ്രദ്ധാകേന്ദ്രം. പറന്നുയരുമ്പോൾ ഇതിന്റെ ഭാരം 1500 കിലോയോളമാകും. കൈകൊണ്ടുള്ള നിയന്ത്രണം അസാധ്യമായതിനാൽ നൂലിൽ ഭാരം കെട്ടിവെക്കുകയാണ് ചെയ്യുക. കഥകളി കൂടാതെ നടന്നു നീങ്ങുന്ന യന്ത്രപ്പൂച്ച, താറാവ്, കരടി തുടങ്ങിയ വലിയ പട്ടങ്ങളെല്ലാം കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ചു. ന്യൂസിലാൻഡിലാണ് പട്ടങ്ങളെല്ലാം നിർമ്മിച്ചത്. പാരച്യൂട്ട് മെറ്റീരിയലാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. കുട്ടികൾക്കൊപ്പം പട്ടം പറത്താൻ മുതിർന്നവർ ആദ്യം ഒന്ന് അറച്ചു നിന്നെങ്കിലും നൂൽ കയ്യിലെത്തിയപ്പോഴേക്കും അവരും കുട്ടികളായി മാറി. കൈറ്റ് ഫ്ലയേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റും കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ചൈനയിൽ നടക്കുന്ന ലോക പട്ടം പറത്തൽ മത്സരത്തിൽ പങ്കെടുക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യ കൈറ്റ് ടീമും പരിശീലനത്തിലുണ്ട്. 19 മുതൽ 26 വരെ നടക്കുന്ന മത്സരത്തിൽ 65 രാജ്യങ്ങളാണ് പങ്കെടുക്കുക. അഡ്വക്കേറ്റ് ശ്യാം പത്മനാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. 15 വരെ പ്രദർശനവും പരിശീലനവും തുടരും. കാലിക്കറ്റ് ചേംബർ പ്രസിഡന്റ് PTS ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. വേൾഡ് മലയാളി കൌൺസിൽ കാലിക്കറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് CA ചാക്കുണ്ണി അധ്യക്ഷനായി. CP കുഞ്ഞാമത് സംസാരിച്ചു. അബ്ദുള്ള മാളിയേക്കൽ, ഹാഷിം കടാക്കലം തുടങ്ങിയവരും സംബന്ധിച്ചു. വൈകിട്ട് 3 മണി മുതൽ 7 മണി വരെയാണ് പരിശീലനം.
കോഴിക്കോട് താളി ശ്രീ മഹാക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രിമാരായ ബ്രഹ്മശ്രീ ചേന്നാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെയും നേതൃത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടക്കുന്നത്. 21-ന് ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. കോഴിക്കോട് തളി മഹാക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കം. ഉത്സവത്തിന് മുന്നോടിയായി ശിവക്ഷേത്രത്തിലെ കർപ്പൂരാദി ദ്രവ്യകലശവും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ദ്രവ്യകലശവും സമാപിച്ചു. ക്ഷേത്ര ചൈതന്യവർദ്ധനവിനും ദേശ അഭിവൃദ്ധിക്കും വേണ്ടി നടത്തപ്പെടുന്നതാണ് കലശാദി കർമ്മങ്ങൾ. 8 വർഷത്തിന് ശേഷമാണ് ഈ കർമ്മങ്ങൾ ഇവിടെ നടക്കുന്നത്. കലശ ദിവസങ്ങളിൽ ദിവസേന പുറത്തെ സ്റ്റേജിൽ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടന്നു. ചിന്മയ മിഷനിലെ സ്വാമിജി മുകുന്ദ ചൈതന്യ, പട്ടേൽ പ്രഭാകരൻ, ആദിശങ്കര വിദ്യാപീഠം ചെയർമാൻ വിദ്യാസാഗർ, ആധ്യാത്മികാചാര്യൻ AK.B. നായർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രഭാഷണങ്ങൾ നടന്നത്. തുടർന്ന് മാസ്റ്റർ അരുൺകുമാറിന്റെ തായമ്പകയും നടന്നു. മേടം 1-നാണ് ഉത്സവത്തിന് കൊടിയേറിയത്. രാവിലെ മേളത്തോടും ഗജവീരന്മാരുടെ അകമ്പടിയോടും കൂടി കാഴ്ചശിവേലി നടന്നു. തുടർന്ന് നാദസ്വരം, ഓട്ടംതുള്ളൽ, ഉച്ചപൂജ, പ്രസാദഊട്ട് എന്നിവയുമുണ്ടായിരുന്നു. വൈകിട്ട് സാമൂതിരി രാജാവ് കൂറയും പവിത്രവും നൽകുന്നതോടെയാണ് ഉത്സവ ചടങ്ങുകൾ ആരംഭിച്ചത്. 15-ന് രാവിലെ വിഷുക്കണിയോടുകൂടി പരിപാടികൾ ആരംഭിക്കും. തുടർന്ന് മട്ടന്നൂർ ഉദയ നമ്പൂതിരിയുടെ നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ മഞ്ചേരി ഹരിദാസും പോരൂർ രാമചന്ദ്രന്മാരാരും ചേർന്നുള്ള ഡബിൾ തായമ്പക, പോരൂർ ഉണ്ണികൃഷ്ണന്മാരാരുടെ തായമ്പക, കല്ലേംകുളങ്ങര അച്യുതൻകുട്ടിമാരാരുടെ തായമ്പക എന്നിവ നടക്കും. തോടയം കഥകളി യോഗത്തിന്റെ സഹകരണത്തോടെ PSP നാട്യസംഘത്തിന്റെ ദക്ഷയാഗം കഥകളിയും അരങ്ങേറും. ക്ഷേത്രവിശേഷങ്ങളിലേക്ക്. ബേപ്പൂർ നടുവട്ടം കയ്യിടത്തോട് കയ്യിട വഴിയിൽ ദേവി ഗുരുദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. വിവിധ താന്ത്രിക കർമ്മങ്ങളോടെയാണ് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ചിറ്റാരി പാലക്കോളിലത്തെ കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാകർമ്മം നടന്നത്. മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവയും നടന്നു. തറവാട്ടുകാരടക്കം നിരവധി ഭക്തജനങ്ങൾ പ്രതിഷ്ഠാകർമ്മത്തിൽ പങ്കുകൊള്ളാനെത്തി. ബിസിനസ് വാർത്തകൾ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ റാസൽ ഖൈമ ഷോറൂം സിനിമാ താരം ഫഹദ് ഫാസിൽ ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗ്രൂപ്പ് കോർപ്പറേറ്റ് ചെയർമാൻ ഡോക്ടർ PA ഇബ്രാഹിം ഹാജി, ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ MP ഷംലാൽ അഹമ്മദ്, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP അബ്ദുൽ സലാം, കോർപ്പറേറ്റീവ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK ഫൈസൽ, ഡയറക്ടർ മായിൻകുട്ടി, ബ്രാഞ്ച് ഹെഡ് അബ്ദുൾ ബഷീർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഡയമണ്ട്സ് ജ്വല്ലറി പർച്ചേസിംഗിലൂടെ ലഭിക്കുന്ന സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പണിൽ വിജയിക്കുന്നവർക്ക് നൽകിയ പണത്തിന്റെ 100% തിരിച്ചു നൽകുകയും 3000 രൂപയുടെ പർച്ചേസിംഗിനോടൊപ്പം ഒരു ഗോൾഡ് കോയിൻ സൗജന്യമായും ലഭിക്കും. ക്ലാസിക്, കണ്ടംപററി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട്, പ്ലാറ്റിനം ജ്വല്ലറികളും പുതിയ ഷോറൂമിൽ ലഭ്യമാണ്. Celebrate the most beautiful moments in your life with Malabar Gold and Diamonds. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കള്ളിക്കൂടം സദ്ധാവളവ് നാട്ടുകൂട്ടം കോൽക്കളി സംഘം സംഘടിപ്പിച്ച പരിപാടിയിൽ കുരുക്കൾ ഇസ്മായിൽ മുഹമ്മദ് ആദരിച്ചു. ചടങ്ങിൽ ചിലമ്പടൽ കർമ്മം കുരുക്കൾ ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ നടന്നു. 20 അംഗങ്ങളടങ്ങിയ കോൽക്കളി സംഘത്തിന്റെ കോൽക്കളി കാണാൻ 100 കണക്കിന് ആളുകൾ അണിനിരന്നു. സ്നേഹസഹായ സമിതിയുടെ 3ാം വാർഷികാഘോഷം മഞ്ചസ്റ്റർ സിംഗർ ഫെയിം സാധിക ഉദ്ഘാടനം ചെയ്തു. വാർഷിക പരിപാടിയിൽ കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. കള്ളിക്കൂടം പ്രദേശത്ത് മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ സ്നേഹ സഹായ സമിതിയുടെ വാർഷിക പരിപാടിയിൽ സ്നേഹ സഹായ സമിതി അംഗം ശ്രീ രമേഷ് പുതിയത്ത് അധ്യക്ഷനായിരുന്നു. വാർഡംഗങ്ങളായ നുസ്രത്ത് സക്കരിയ, പ്രധാന അധ്യാപകൻ N. ഹരിലാൽ, പ്രവീൺ കുമാർ, നിഷാദ് കുമാർ, സ്നേഹസഹായ സമിതി സെക്രട്ടറി വിനു വാഴക്കോടൻ, റെജീന മുരളി, ബിജേഷ് അണ്ടിശ്ശേരി എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമ്പൽ സമൃദ്ധിയുടെയും വിളവെടുപ്പിന്റെയും ഉത്സവമായ വിഷു വന്നെത്തി. പൊൻകണിക്കായി മലയാളികൾ ഒരുങ്ങി. ഡോക്ടർ BR അംബേദ്കറിന്റെ 123ാം ജന്മദിനം.
ദളിതർ രാഷ്ട്രീയത്തിൽ വിറകുവെട്ടികളും വെള്ളംകോരികളുമായി മാറരുതെന്ന് കേരള ദളിത് ഫെഡറേഷൻ. കള്ളനോട്ടുകളുമായി കോഴിക്കോട്ട് ബംഗാളി പിടിയിൽ. പിടിച്ചെടുത്തത് 25,000 രൂപ. അന്തർ സംസ്ഥാന ബന്ധമെന്ന് സൂചന. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വിഷുദിനാശംസകൾ നേർന്നുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഗാലക്സി മേഡ് ഓഫ് ABS മെറ്റീരിയൽ.